ഇന്ന് 3 ദിവസത്തെ മെഡിറ്റേഷൻ പ്രോഗ്രാമിൽ രണ്ടാമത്തെ ദിവസമാണ്. ഒന്നാമത്തെ ദിവസത്തെയും റെക്കോർഡുകൾ കറക്റ്റ് കണ്ടിട്ടാണ് നമ്മുടെ ലിങ്ക് കേട്ടിട്ട്, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ചെയ്യുന്നവർ, ഇന്ന് ആദ്യമായി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർ ഒന്നാമത്തതും കൂടെ ലിങ്ക് കേൾക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തെ ദിവസത്തെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കുന്നത് ഈ ലൈവിലുള്ളവർക്ക് നല്ലതാണ്. ഇപ്പോൾ പങ്കെടുക്കുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ മസിൽ പിടിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ബോഡിയെ ഫ്രീ ആക്കി ഇടുക. ബോഡി വല്ലാതെ മസിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ബോഡി ഫ്രീ ആക്കുക. രണ്ടാമത്തത്, മനസ്സിൽ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കുകയൊന്നും വേണമെന്നില്ല. ഞാനിനി എന്തോ ചെയ്യാൻ പോവുകയാണെന്നുള്ള ഭയങ്കര ചിന്തയൊന്നും വേണ്ട. ഞാനിപ്പോൾ പറയുന്നത് നോർമലി കേട്ടാൽ മതി. നോർമലി ഞാൻ പറയുന്നത് കേട്ടാൽ മതി. പിന്നെ വല്ല പ്രയാസങ്ങളുള്ളവരുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വെച്ച് ലാസ്റ്റ് സമയത്തുള്ള ആ ഒരു ലാസ്റ്റ് ഇൻറ്ററാക്ട് ചെയ്യാൻ ഒരു കുറച്ച് സമയം ഞാൻ ബാക്കി വെക്കുന്നുണ്ട്. ആ സമയത്ത് ആ ഇൻറ്ററാക്ഷൻ ഇടയിൽ ഞങ്ങൾക്ക് ആർക്കും, ഇത് ലൈവ് ഇവിടെയുള്ള ഫിസിക്കൽ സെഷനിലുള്ളവർക്കോ നമ്മളെ ഗ്രൂപ്പിൽ ഈ ഓൺലൈനായിട്ട് പങ്കെടുക്കുന്നവർക്കോ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കാം. പ്രയാസകരമായ വല്ലതുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാൽ നല്ലതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇടപെടാൻ ശ്രമിക്കും. അപ്പോൾ നമ്മൾ പോകുന്നത് മൈൻഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ മൈൻഡിൻ്റെ 90% സബ് കോൺഷ്യസ് ആണെന്ന് കേട്ടല്ലോ. ഈ 90% നമ്മളെ കൺട്രോളിൽ വന്നോളണമെന്നില്ല. പലപ്പോഴും നേരെ ചൊവ്വേ കൺട്രോളിൽ വന്നോളണമെന്നില്ല. അതുകൊണ്ടാണ് ചിലർക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, ഇമോഷൻ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നമ്മളെ 5 ഡേ ക്യാമ്പിൻ്റെ ഇന്നത്തെ തീം തന്നെ എന്താ? ഇമോഷണൽ കൺട്രോൾ എന്നാണ് ഇന്നത്തെ തീം. കാരണം ഒരാളുടെ ഏറ്റവും വലിയ പവർ എന്താ പറയുക? ഏറ്റവും വലിയ പവർ, എനിക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നു എന്നതിലേറെ വലുതാണ് എനിക്ക് ആവശ്യമില്ലാത്ത ഒരു സംഗതിയിൽ നിന്ന് ഒഴിവായി വരിക എന്നുള്ളത്, അതിനെ റിമൂവ് ചെയ്യുക എന്നുള്ളത് അതിലും വലിയൊരു കാര്യം. ഒരാളെ തല്ലാൻ കഴിയുക എന്നുള്ളത് വലിയ കഴിവല്ല എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. വലിയ കഴിവൊന്നുമല്ല. എന്താണ് ഏറ്റവും വലിയ കഴിവെന്നറിയാം? ഒരാൾ നമുക്കെതിരെ പ്രവർത്തിക്കുന്നു, അയാളെ നമുക്ക് തല്ലാനൊക്കെ പറ്റും. ആ സമയത്ത് തല്ലാതിരിക്കാൻ കഴിയുക എന്നുള്ളത് ഭയങ്കര കഴിവാണ്, വലിയ കഴിവാണ്. ഒരാള് എന്താണ് ഈ മല്ലിട്ട് മറ്റൊരാളെ അതിജയിക്കുന്നത് വലിയ കഴിവൊന്നുമല്ല. പിന്നെ ആ സമയത്ത് ക്ഷമിക്കാൻ കഴിയുന്ന ആളാണ് കൺട്രോൾ, സെൽഫ് കൺട്രോൾ, ഇമോഷണൽ കൺട്രോൾ. അപ്പം അതിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നതാണ് നമ്മുടെ ഇന്നർ ചൈൽഡ്, ഇന്നർ തോട്ട്, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ. ആ ചിന്തകളിൽ കൺട്രോൾ വരുമ്പോഴാണ് പിന്നീട് നമ്മുടെ ലൈഫിൽ കൺട്രോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മെഡിറ്റേഷൻ നിങ്ങളൊക്കെ ഈ ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷവും, നമ്മളെ സ്റ്റുഡൻസിനോട് പറയണം, ക്യാമ്പ് കഴിഞ്ഞതിന് ശേഷവും പറ്റുമെങ്കിൽ ഫോളോ ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നു, ശ്രദ്ധയോടെ ഫോളോ ചെയ്യുന്നു. കൈയൊക്കെ ഫ്രീ ആയിട്ട് വെക്കാം. അതേ മസിൽസൊന്നുമില്ല. ക്ലോസ് ചെയ്യാതിരിക്കുക, ഇത് വേണ്ട. ക്ലോസ് ചെയ്യണ്ട, വളരെ ഫ്രീ ആയിട്ട്. കാലും ക്ലോസ് ചെയ്യാതിരിക്കുക കേട്ടോ, അത്ര മതി. ശ്രദ്ധിച്ചാൽ മതി. നട്ടെല്ല് വളരെ നിവർന്നിരിക്കാം. വളരെ സ്ലോലി കണ്ണടക്കാം. വളരെ സാവകാശം കണ്ണടക്കാം. ഇപ്പൊ നിങ്ങൾ ലോങ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുന്നു. പക്ഷെ സോഫ്റ്റ്, വളരെ സോഫ്റ്റായി ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ദീർഘമായി ശ്വാസം പുറത്തേക്ക് വിടുന്നു. ഇപ്പൊ നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായി ശ്വാസത്തിലേക്കാണ്. ഏത് ശബ്ദം കേട്ടാലും നിങ്ങളുടെ ശ്രദ്ധ അതിശക്തമായി നിങ്ങളുടെ ബ്രീത്തിങ്ങിലേക്ക് മാറി. ഇനി ഏത് ശബ്ദം കേൾക്കുമ്പോഴും ബ്രീത്തിങ്ങിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ വീണ്ടും 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 ശക്തമായി തിരിച്ചു പോവുക. ഇപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ആവർത്തിച്ച് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, ശ്വാസം പുറത്തേക്ക് വിടുന്നു. ശ്വാസത്തിലേക്ക് തന്നെ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നോർമൽ ബ്രീത്തിങ്ങിലേക്ക് വരുന്നു. ഞാൻ പറയുന്നത് വരെ നിങ്ങൾ കണ്ണടച്ചിരിക്കും.
ഞാൻ പറയുന്നത് പൂർണ്ണമായി ശ്രദ്ധിക്കാനും അത് ഫോളോ ചെയ്യാനും കഴിയും. ഞാൻ പറയുന്നത് ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് ഫോളോ ചെയ്യാനും നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനും നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതമാണ്. ധാരാളം അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ജീവിതം ധാരാളം അനുഗ്രഹങ്ങൾ നിറഞ്ഞതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളെ സൃഷ്ടിച്ച, നിങ്ങൾക്കാവശ്യമുള്ള ഈ ലോകം മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിലാണ്. അള്ളാഹു സമ്പൂർണനാണ്, സർവശക്തനാണ്, കാരുണ്യവാനാണ്, സ്നേഹമുള്ളവനാണ്. അള്ളാഹു എന്തിനും ശേഷിയുള്ളവനാണ്. അള്ളാഹു എന്തും തരാൻ കഴിവുള്ളവനാണ്. അള്ളാഹു തരാൻ തീരുമാനിച്ചത് ഈ ലോകത്ത് ഒരാൾക്കും തടയാൻ കഴിയില്ല. അള്ളാഹു തടയാൻ തീരുമാനിച്ചത് തരാൻ ഈ ലോകത്തൊരു ശക്തിക്കും കഴിയില്ല. അള്ളാഹു സമ്പൂർണനാണ്, അള്ളാഹു കരുണയുള്ളവൻ. നമ്മുടെ ജീവിതം നമുക്ക് സമ്മാനമായി തന്നവൻ അള്ളാഹുവാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഉടമ അള്ളാഹുവാണ്. നമ്മുടെ ജീവിതത്തെ സന്തോഷപൂർവം മുന്നോട്ട് നയിക്കാൻ അള്ളാഹു നമുക്ക് കഴിവ് തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവ് നൽകുന്നവനാണ് അള്ളാഹു. നമ്മുടെ ജീവിതത്തെ ആനന്ദത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവ് നൽകുന്നവനാണ് അള്ളാഹു. നമ്മുടെ ജീവിതത്തെ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവ് നൽകുന്നവനാണ് അള്ളാഹു. അള്ളാഹു നമ്മുടെ ഇഷ്ടമിത്രമാണ്. അള്ളാഹുവിനെ നാം സ്നേഹിക്കുന്നു, അള്ളാഹു നമ്മെ സ്നേഹിക്കുന്നു. നാം അള്ളാഹുവിനെ അനുസ്മരിക്കുന്നു, അള്ളാഹു നമ്മയും അനുസ്മരിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സ് പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്. അള്ളാഹുവിൽ വിശ്വസിക്കാൻ അനുഗ്രഹം തന്ന, അതിന് കേന്ദ്രീഭവിച്ച മനസ്സിനെ നാം ഇഷ്ടത്തോടെ കാണുന്നു. നമ്മുടെ മനസ്സിനെ ഇപ്പോൾ നമുക്ക് ഇഷ്ടമാണ്. നമ്മുടെ മനസ്സുകൊണ്ട് എപ്പോഴും നല്ലത് ചിന്തിക്കണം എന്ന് അതിയായി നമ്മൾ അഭിലഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായി ഒരു റിലാക്സിലേക്ക്, ആസ്വാദനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കാൽപാദങ്ങളിലേക്ക്, കാലിൻ്റെ വിരലുകളിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നു. ഈ സെക്കൻഡുകളിൽ നിങ്ങളുടെ കാൽപാദങ്ങളിൽ, നിങ്ങളുടെ കാൽവിരലുകളിൽ പൂർണ്ണമായ ഒരു ആസ്വാദനം ആക്സസ് ആകുന്നു. കാൽവിരലുകളുടെ ഓരോ കോശങ്ങളും ഈ സമയം ശുദ്ധീകരിക്കപ്പെടുന്നു. വിത്തിൻ സെക്കൻഡ്സ്, ഏതാനും സെക്കൻഡുകൾക്കകം കാൽപാദങ്ങൾ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെടുന്നു. ശ്രദ്ധയെ കാൽപാദങ്ങളിലേക്ക് കൊണ്ടുവരുന്നു. അവിടെ നിന്ന് മേൽപോട്ട് ഓരോ സെക്കൻഡുകൾക്കകം കാലിൻ്റെ പൂർണ്ണ ഭാഗം നാം നിരീക്ഷിക്കുന്നു. ആ നിരീക്ഷണങ്ങളുടെ ഏതാനും സെക്കൻഡുകൾക്കകം ആ ഭാഗങ്ങൾ പ്യൂരിഫൈഡ് ആകുന്നു, ശുദ്ധീകരിക്കപ്പെടുന്നു. ഭാരങ്ങൾ കുറഞ്ഞ് ഒരു സന്തോഷം, ഒരാനന്ദം, ആ ഭാഗങ്ങളെല്ലാം പ്യൂരിഫൈഡ് ആയതിൻ്റെ ഒരു സുഖം നാം അനുഭവിക്കുന്നു. ഇടങ്ങളിലെല്ലാം എല്ലാ ഡേർട്ടി എനർജിയും, എല്ലാ ആവശ്യമില്ലാത്തതും പുറന്തള്ളപ്പെടുകയും നമ്മുടെ ശ്രദ്ധ അവിടങ്ങളിലേക്ക് വരുമ്പോൾ ആ നിമിഷം, ആ സെക്കൻഡ്, അവിടങ്ങളിലെല്ലാം നല്ല ആരോഗ്യം, നല്ല സുഖമുള്ളൊരവസ്ഥ, ശരീരത്തിനാവശ്യമായ പോസിറ്റീവ് ചേഞ്ചസ് ആ പാർട്ടുകളിലെല്ലാം സംഭവിക്കുന്നു. കാലിൻ്റെ മേൽപോട്ട് കാൽ പൂർണ്ണമായി ഈ സമയം പ്യൂരിഫൈഡാണ്.
അവിടുന്ന് അങ്ങോട്ട് ശരീരത്തിൻ്റെ മേൽഭാഗം, ഓരോ കോശങ്ങളും, ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾ, വയറ്, ആമാശയം, കുടൽ, ലിവർ, കരൾ, ലങ്സ് ശ്വാസകോശം, ഹാർട്ട് ഹൃദയം, ഓരോ ചെറിയ ചെറിയ കിഡ്നി, ഓരോ അവയവങ്ങളും ഈ സമയം വളരെ വേഗം സുരക്ഷിതമായി ശുദ്ധീകരിക്കപ്പെടുന്നു, ആരോഗ്യവൽക്കരിക്കപ്പെടുന്നു, ഹെൽത്ത് ആക്സസ് ആകുന്നു. ഇപ്പൊ ശരീരത്തിലെ ഓരോ കോശങ്ങളും നമ്മുടെ ശ്രദ്ധ ഭവിക്കുന്ന നിമിഷങ്ങൾക്കകം അവിടങ്ങളിലെല്ലാം ശുദ്ധീകരണം നടക്കുന്നു. അത് കഴിഞ്ഞ് മേലോട്ട് ശരീരത്തിൻ്റെ 2 കൈകളും പൂർണ്ണമായി ഈ സമയം ശുദ്ധീകരണം നടക്കുന്നു. നാം അവിടങ്ങളിലേക്ക് നമ്മളെ ശ്രദ്ധയെ ആക്സസ് ചെയ്യുന്നു, നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നു. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ കഴുത്ത് വരെയുള്ള എല്ലാ ഭാഗങ്ങളും ഈ നിമിഷം ശുദ്ധീകരണങ്ങൾക്ക് വിധേയമാണ്. കഴുത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും, അവിടെയുള്ള ഇന്നർ ആൻഡ് ഔട്ടർ, അകവും പുറവും പൂർണ്ണമായി ശുദ്ധീകരണങ്ങൾക്ക് വിധേയമാകുന്നു. മേൽപോട്ട് തല, മുഖം, തലയുടെ എല്ലാ ഭാഗങ്ങളും, ഇന്നർ ആൻഡ് ഔട്ട്, ചെവി, മൂക്ക്, കണ്ണ്, ചുണ്ടുകൾ, വായ്, എല്ലാ ഭാഗങ്ങളും, ബ്രെയിൻ്റെ എല്ലാ സെല്ലുകളിലും നമ്മുടെ അറ്റൻഷൻ എത്തുന്നു. അവിടങ്ങളിലെല്ലാം ശുദ്ധീകരണം നടക്കുന്നു. അവിടങ്ങളിലെല്ലാം ഒരു ഹെൽത്തിയസ്റ്റ് ചേഞ്ച്, ആരോഗ്യകരമായ ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നു. ഈ നിമിഷം നമ്മുടെ മനസ്സിലെ കഴിഞ്ഞ കാലത്തെ എല്ലാ നെഗറ്റീവ് അനുഭവങ്ങളും 4 ഭാഗങ്ങളിലേക്കും പൂർണ്ണമായി പുറന്തള്ളപ്പെടുകയും അവിടെ നിന്നെല്ലാം ദേഷ്യം, വെറുപ്പ്, അനിഷ്ടം, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ഭയം തുടങ്ങിയ അനാവശ്യമായ എല്ലാ ഇമോഷനുകളും 4 ഭാഗത്തേക്കും വളരെ സ്വതന്ത്രമായി, സുരക്ഷിതമായി, ആനന്ദകരമായി പുറന്തള്ളപ്പെടുകയും ആ സ്ഥലങ്ങളിലേക്കെല്ലാം ഇഷ്ടം, പരസ്പര ബഹുമാനം, വിനയം, സ്നേഹം തുടങ്ങി കരുണ, എല്ലാ പോസിറ്റീവ് ഇമോഷനും അവിടങ്ങളിലേക്കെല്ലാം പൂർണ്ണ സുരക്ഷിതമായി വിതരണം ചെയ്യപ്പെടുന്നു, സ്ഥാപിക്കപ്പെടുന്നു. നാം അതിനെ ആദരവോടെ കാണുന്നു, ഇഷ്ടത്തോടെ കാണുന്നു, സ്നേഹത്തോടെ കാണുന്നു, നന്ദിയോടെ കാണുന്നു. ഇപ്പം നമ്മുടെ ശരീരത്തിലും മനസ്സിലും സംഭവിച്ചിരിക്കുന്ന ഈ ഗുണകരമായ നല്ലൊരവസ്ഥയെ നാം വളരെ സന്തോഷത്തോടെ കാണുന്നു. പരിശുദ്ധ പ്രവാചകർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ അധ്യാപന ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യാപനമായി പഠിപ്പിച്ചതാണ് അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. കരുണ ചെയ്യുന്നവർക്ക് കാരുണ്യവാനായ അള്ളാഹു കരുണ ചെയ്യും. നിങ്ങൾ ഈ ഭൂമുഖത്തുള്ള എല്ലാറ്റിനും കരുണ ചെയ്യൂ, നിങ്ങൾക്ക് അള്ളാഹു കരുണ ചെയ്യും. ഇപ്പോൾ നാം നമ്മുടെ അനുഗ്രഹീതമായ മനസ്സുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള ലോകത്തെ മുഴുവനും, നമ്മുടെ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, നമ്മുടെ കൂട്ടുകുടുംബം, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ വിദ്യാലയത്തിലുള്ളവർ, നമ്മുടെ ടീച്ചേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ഈ മനസ്സിൽ നിന്നുള്ള ഒരു ഡിവൈൻ ലൈറ്റ്, ഈ കാരുണ്യം, അതെല്ലാവർക്കും കിട്ടാൻ വേണ്ടി നാം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹിക്കുന്ന സമയം നമ്മുടെ ശരീരത്തിലേക്കും മനസ്സിലേക്കും ആവശ്യമായ നല്ല ഗുണങ്ങൾ, സ്നേഹം, ബഹുമാനം, കരുണ, സേവന മനസ്സ് എല്ലാം ധാരാളമായി 10 മടങ്ങ് വീണ്ടും ഒഴുകി 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 നിറയുന്നു. ഇപ്പൊ നമ്മുടെ ശരീരത്തിൻ്റെ 4 ഭാഗത്തും
നമ്മുടെ ശരീരത്തിന് 4 ഭാഗത്തും അനുഗ്രഹീതമായ സുരക്ഷിതമായ നല്ലൊരു ഇലാഹി നൂർ, ഡിവൈൻ ലൈറ്റ്, അത് നിറഞ്ഞു നിൽക്കുകയാണ്. നമുക്ക് തന്നെ നമ്മെക്കുറിച്ച് സന്തോഷം തോന്നുന്നു, ആനന്ദം തോന്നുന്നു. ഇപ്പൊ നാം സന്തുഷ്ടരാണ്. നമ്മളിലേക്ക് സന്തോഷം ഒഴുകി വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളും നമുക്ക് വളരെ സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നല്ല ആനന്ദത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമുക്ക് നമ്മുടെ ജീവിതത്തെ നമ്മുടെ ഇഷ്ടം മാനിച്ച് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ റബ്ബ് അള്ളാഹുവിൻ്റെ ഇഷ്ടം മാനിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും. നാം സുരക്ഷിതരാണ്, നാം അനുഗ്രഹീതരാണ്, നാം സന്തുഷ്ടരാണ്. നാം നമ്മുടെ ജീവിതത്തെ സ്വീകരിക്കുന്നു. ജീവിതം നൽകിയ അള്ളാഹുവിന് നാം സ്തുതി അർപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ അമാതനാ വഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ അമാതനാ വഇലൈഹിൻ നുശൂർ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദ അമാതനാ വഇലൈഹിൻ നുശൂർ. ഈ സന്തോഷാനന്ദങ്ങൾ നിറഞ്ഞ ജീവിതം നമുക്ക് നൽകിയ അള്ളാഹുവിന് സർവസ്തുതിയും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഏതാനും സെക്കൻഡുകൾ നമ്മുടെ മനസ്സിനെ വിശ്രമിക്കാൻ അനുവദിക്കുന്നു. വളരെ സാവകാശം നിങ്ങൾക്ക് കണ്ണുകൾ തുറക്കാം. നിങ്ങളുടെ പുതിയ സന്തോഷകരമായ ഒരു ബ്രൈറ്റ്ഫുൾ വേൾഡിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നു. അൽഹംദുലില്ലാ, വളരെ അനുഗ്രഹീതമായ നല്ലൊരു മെഡിറ്റേഷനാണ് ഇന്ന് നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ പറയാനുള്ളവരുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് റൈസ് ഹാൻഡ് ചെയ്താൽ അവർക്ക് ഞാൻ മൈക്ക് റിലീസ് ചെയ്യാം, അവർക്ക് അനുവാദം നൽകാം. ആരെങ്കിലും പറയാനുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് റൈസ് ഹാൻഡ് ചെയ്ത് പറയണം, നന്നാകും. അത്യാവശ്യമുള്ളവർ പറഞ്ഞാൽ മതി. കാരണം ഒരു 3-4 മിനിറ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മളെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? Are you happy? സന്തോഷം. പിന്നെ ട്രെയിനേഴ്സ് ഒന്ന് ഓർമ്മിക്കണം, ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും സന്തോഷം നേരുന്നു. എല്ലാവർക്കും ഒരു പുതിയ നല്ല സുദിനം ആശംസിക്കുന്നു. റഫീഖ്, ജസ്മി റഫീഖ്, നിങ്ങൾക്ക് മൈക്ക് ഓൺ ചെയ്യട്ടെ. ഞാൻ മൈക്ക് ഓപ്പൺ ചെയ്യും. ഒരു സെക്കൻഡ്. നിങ്ങൾ മൈക്ക് ഓൺ ചെയ്യും. ഉസ്താദ്, എൻ്റെ പേര് ജാസ്മിൻ ആണ്. ഓക്കെ. ഞാനൊരു 3-4 വർഷമായിട്ട് ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കും. ഉറങ്ങി പോകും അപ്പൊ തന്നെ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആ തുടക്കത്തിൽ ഇങ്ങനെ കേൾക്കും, പിന്നെ ഞാൻ നോക്കുമ്പോ ഞാൻ നല്ല ഉറക്കത്തിലോട്ട് പോകും. അതെന്താ അങ്ങനെയെന്നൊന്നും അറിയാനാണ്. ആ പ്രോബ്ലം നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി നിങ്ങൾ
ഗ്രാറ്റിറ്റ്യൂഡ് തെറാപ്പി, ഫോർഗീവ്നെസ് തെറാപ്പി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന ഒരു സ്റ്റൈലുണ്ട്. കറക്റ്റ് ആ സ്റ്റൈലിൽ ഡെയിലി ചെയ്തിട്ട് ഒരു 3 മാസം എന്നാണ് അതിന്റെ കണക്ക്. ആ അത് ഒരു ട്രെയിനിങ് ബാക്കപ്പോട് കൂടെ ആണെങ്കിൽ ഒരു 3 ആഴ്ച കൊണ്ടൊക്കെ നിങ്ങൾക്ക് അതിന് നല്ല റിസൾട്ട് കാണും. അപ്പോൾ അത് സോൾവ് ആയിക്കോളും. അത് എന്താണ് എന്ന പരാമർശം അത്ര നല്ലതല്ല. ഞാൻ എന്താണെന്ന് ഓ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അത്ര നല്ലതല്ല. ശരി ശരി. ഇത് പലരും ചോദിക്കുന്നതാണ്. ചിലർ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ വല്ലാതെ ഉറങ്ങിപ്പോകുന്നു. അപ്പോൾ അതൊരു പ്രയാസമാണോ? അതല്ല ചെയ്യേണ്ടത്. അതിൻ്റെ പരിഹാരം ചെയ്യാണ് വേണ്ടത്. അതെന്താണ് പ്രശ്നം എന്ന പഠനം അത് അത്ര ഉചിതമല്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവവും എൻ്റെ വിശ്വാസം, ഞാൻ മനസ്സിലാക്കുന്ന അതിൻ്റെ നല്ല വശം. ഈ സമയത്ത്, ഈ മെഡിറ്റേഷൻ സമയത്ത് നല്ല മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്, നല്ല മാർഗനിർദ്ദേശം നൽകുന്നത് വളരെ നല്ലതാണ്, ഗുണകരമാണ്. അപ്പം ഇൻഷാ അല്ലാഹ് പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി സന്തോഷം അറിയിക്കുന്നു. നാളെയും കൂടെ ഇതിൻ്റെ തുടർച്ചയുണ്ട്. നമ്മളെ ഹാപ്പി സോണിൻ്റെ ധാരാളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ നടക്കുന്നു. ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ്. ഇത്ര നേരത്തെ ചോദിച്ച അത്തരം ആൾക്കാർക്ക് ഒരു 4 മാസത്തെ ആഴ്ചയിൽ ഒരു ദിവസമുള്ള ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്താൽ ലൈവായിട്ട് ഇതിന് പരിഹാരം കാണാൻ കഴിയും. അതിൽ ഹാപ്പി സോണിൻ്റെ സെൻ്ററുകളുണ്ട്. ഇവിടെ നിലമ്പൂർ പുതിയത് ഓപ്പൺ ആകാൻ പോകുന്നു. അതുപോലെ കൈതപ്പൊയിൽ ഉണ്ട്, താമരശ്ശേരിക്കടുത്ത്. പിന്നെ രാമനാട്ടുകരയിൽ, തിരൂരിൽ, മലപ്പുറം, ഇങ്ങനെ വ്യത്യസ്ത സെൻ്ററുകളുണ്ട്. ഓൺലൈനായിട്ടും ലൈഫ് എൻറിച്ച്മെന്റ് ട്രെയിനിങ് നടക്കുന്നുണ്ട്. അതുപോലെ മുദരിസുമാർക്ക് ട്രെയിനിങ് ഉണ്ട്, ഖത്തീബുമാർക്ക് ട്രെയിനിങ് നടക്കുന്നുണ്ട്. പിന്നെ ലേഡീസ് മാത്രമുള്ള ബാച്ച് ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നുണ്ട്. കൂടാതെ ഇന്നിപ്പോൾ നമ്മൾ ഒരു റിസോർട്ടിൽ വെച്ച്, അഥവാ വണ്ടൂരിനടുത്ത് വാണിയമ്പലം കസാവി പാരഡൈസ് എന്ന റിസോർട്ടിൽ വെച്ച് സ്റ്റുഡൻസിനുള്ള ഒരു 5 ഡേയ്സ് വെക്കേഷൻ ക്യാമ്പ് നടക്കുകയാണ്. ഒരു ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമാണ്. ആ ക്യാമ്പിൽ കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് പ്രോഗ്രാമുകൾ ധാരാളം നടക്കുന്നു. താല്പര്യമുള്ളവർക്കൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇൻഷാ അല്ലാഹ് 6:30 മുതൽ 7:30 വരെയുള്ള ലൈവ് പ്രോഗ്രാം ഇന്നുണ്ടാകും. അത് യൂട്യൂബിലാണ്. യൂട്യൂബിൽ ലൈവ് പ്രോഗ്രാം ഉപയോഗപ്പെടുത്താം. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു ഖൈറൻ. അതിലൊരാൾ, എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്, വെറുതെ ഇരിക്കുമ്പോൾ കരഞ്ഞു പോകുന്നു, എപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നുന്നു, അത് കഴിയുന്നതും പെട്ടെന്ന് പരിഹരിക്കണം. ഈ ഈ ഒരു സെഷൻ, 3 ദിവസത്തെ സെഷൻ കഴിഞ്ഞിട്ട് അതിന് പരിഹാരം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അഥവാ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ തുടർച്ച, ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊക്കെ ഇടപെടാം. നിങ്ങൾ ഗ്രൂപ്പിലൊന്ന് അന്വേഷിച്ചാൽ മതി, അതിൻ്റെ അഡ്മിൻസിനോട് അന്വേഷിച്ചാൽ മതി. ഇനി അതല്ല, നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും നല്ല സൈക്കോളജിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരെ ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. ശുക്രൻ. ഒരാൾക്ക് കൂടി, ജസ്റ്റ് നിങ്ങൾ മൈക്ക് ഓൺ ആക്കിക്കോളൂ. പറഞ്ഞോ. പോയോ? ഒന്നുകൂടെ മൈക്ക് ഓൺ ആക്കി. ഓക്കെ. ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധ അങ്ങോട്ട് ഉള്ളിലേക്ക് വരുന്നില്ല, നമുക്ക് ശ്രദ്ധ കിട്ടണില്ല. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധ അങ്ങോട്ട് വരുന്നില്ല. അതിനുവേണ്ടി പ്രത്യേകിച്ച് പരിശ്രമിക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ലിസൺ ചെയ്താൽ മതി, ജസ്റ്റ് കേട്ടാൽ മതി. പക്ഷെ കുറച്ചധികം ദിവസം ഇതിൻ്റെ റെക്കോർഡുകൾ റിപ്പീറ്റഡ് ആയിട്ട് കേട്ടാൽ മതി. 1-ാമത്തെ ദിവസത്തെ റെക്കോർഡ് തന്നെ കുറച്ചധികം ദിവസം കേൾക്കുക ഇതിന് ശേഷം. അതുപോലെ പിന്നെ 2-ാമത്തത് കേൾക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഫോർഗിവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും പ്രാക്ടീസ് ചെയ്യാം. നല്ല ചേഞ്ച് ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. ചാറ്റ് ബോക്സിൽ കുറേ ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു. സ്റ്റുഡൻസിനുള്ള 5 ദിവസത്തെ പ്രോഗ്രാം ഇപ്പോൾ ഇതിൽ ഇനി ഗ്യാപ്പ് ഇല്ല കേട്ടോ. നിങ്ങൾ ഈ പരിസരത്തൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ടാൽ വേറെ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കാം. പിന്നെ അത് നിങ്ങൾ നമ്മളെ ഗ്രൂപ്പിലുള്ള
അഡ്മിനുമായിട്ട് ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. പിന്നെ പ്രോഗ്രാം ഉപകാരപ്പെടുന്നു. ഒരാൾ പറയുന്നത് ശരിക്കും വളരെ അങ്ങനെ ഒരു ആ ചോദ്യം പലതരം ചോദ്യങ്ങൾ ചോദിച്ചവരുണ്ട്. ആ തലവേദന വരുന്നവരുണ്ട്. നിങ്ങൾ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്താൽ ആ തലവേദന മാറും കേട്ടോ. ഇൻഷാ അല്ലാ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തലവേദന മാറും, പൂർണ്ണമായും മാറും. പക്ഷെ നിങ്ങൾ വല്ലാതെ ബലം പിടിച്ച് ചെയ്യേണ്ട, ജസ്റ്റ് ലിസൺ ചെയ്താൽ, ജസ്റ്റ് കേട്ടാൽ മതി. ജസ്റ്റ് കേട്ടാൽ തന്നെ മാറിക്കോളും ഇൻഷാ അല്ലാ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷം. ശുക്രൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.